ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി ഷാമയോട് പറയണം ഇനി പെട്ടെന്ന് വണ്ടിയിലോട്ട് കയറിയെന്ന് പറയണം. അങ്ങനെ ഷാമയെ പറഞ്ഞു വിടണം കേട്ടോ. അപ്പോഴേക്കും അവിടെ തൻ്റെ ഡ്രൈവറായ രാമേട്ടൻ വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെ വിളിക്കുകയാണ്. ഉടൻ തന്നെ പറയാണ്, അതെ ഇത് ഒരു കലക്ടറുടെ ഔദ്യോഗിക വണ്ടിയാണെന്ന് അറിയാം, പക്ഷേ കലക്ടറുടെ ആവശ്യത്തിനല്ല പോകുന്നത്, എനിക്കൊരു വണ്ടിക്കൊപ്പം എത്തണം, എൻ്റെ അടുത്ത് ലൊക്കേഷനുണ്ട്, എന്താ കഴിയില്ലേ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും കഴിയും മോൾ എന്ത് പറയുന്നത് ഞാൻ സാധിപ്പിച്ച് തരുമെന്ന് പറഞ്ഞ് ആ വണ്ടി എടുക്കുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിൽ കുഞ്ഞുങ്ങളെ എങ്ങനെ കാണിക്കുന്ന കുഞ്ഞുങ്ങൾ പറയാണ്, ഇതിപ്പോൾ എവിടെ എത്തിയാണാവോ, അമ്മയെ കാണുന്നുമില്ലല്ലോ, എന്താണാവോ, എങ്ങോട്ടാണാവോ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അതെത്തും, നീ മിണ്ടാതിരിക്കുമെന്ന് പറയട്ടോ. ഇതേ സമയം എങ്ങനെയെങ്കിലും ഈശ്വര ഈ കല്യാണം ഒന്ന് മുടങ്ങി കിട്ടിയാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഇങ്ങനെ പപ്പി പറയുമ്പോൾ ഉടൻ തന്നെ സത്യം ചോദിക്കുന്നുണ്ട്, നീ എന്താ ഈ പറയുന്നതെന്ന് പറയുമ്പോൾ എൻ്റെ ഈ കല്യാണം എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങി കിട്ടണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഇങ്ങനെ കുഞ്ഞു പറയണം കേട്ടോ. എൻ്റെ വിഷ്ണു അച്ഛൻ്റെ വിവാഹം മുടങ്ങണം എന്നുള്ള ആ ഒരു പ്രാർത്ഥനയാണെന്ന് പറയണം കേട്ടോ. പിന്നീടാണെങ്കിൽ ഇതിനിടയ്ക്ക് ഹർഷനെ കാണിക്കുന്നുണ്ട്, ഇവരിങ്ങനെ വഴിയിലൂടെ പോകുന്ന ആ ഒരു രംഗവും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാർത്തികയാണ് കാണിക്കുന്ന ഒരു ഒന്നൊന്നര ലുക്കിൽ തന്നെ കാർത്തികയെ ഇങ്ങനെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക ഇങ്ങനെ മേക്കപ്പ് ചെയ്യുമ്പോൾ തൻ്റെ മനസ്സാക്ഷിയോട് കണ്ണാടിയുടെ മുന്നിൽ താൻ തന്നെ തന്നോട് പറയുകയാണ്, എന്തായാലും ഹർഷ നിന്നെ മാത്രം സ്നേഹിച്ചുള്ള ഒരു പെണ്ണാണ് ഞാൻ, നിനക്ക് മാത്രം ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു പെണ്ണാണ്, എന്നാൽ നീ എന്നെ തേച്ചിട്ട് മറ്റൊരുത്തിക്ക് മുന്നിൽ പോയെങ്കിൽ നിന്നെ തേച്ചിട്ട് ഞാനിതാ പോകുന്നു, നിന്നെ ഞാൻ എവിടെയാണെങ്കിലും തേടി പിടിച്ച് നിൻ്റെ മുന്നിലോട്ട് ഞാൻ വരും, എന്നിട്ട് നിനക്ക് ഞാൻ പ്രതികാരം ചെയ്യാതിരിക്കില്ല. അതാണ് ഈ കാർത്തിക, കാരണം നിന്നേക്കാൾ വലിയൊരു പുളിങ്കൊമ്പിലാണ് ഇപ്പോൾ ഞാൻ കയറി പിടിച്ചിരിക്കുന്നത്, അവനെയും കൊണ്ട് ഞാൻ വരുമെന്നൊക്കെ ഇങ്ങനെ കാർത്തിക പ്രതിജ്ഞ ചെയ്യുമ്പോൾ ഇപ്പുറത്താണെങ്കിൽ വിഷ്ണു വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ള പെണ്ണുങ്ങളോടൊക്കെ വിഷ്ണു പോകാൻ പറയണം. അങ്ങനെ അവർ പോകുന്നു കേട്ടോ. ഇതേസമയം വിഷ്ണുവിനെ കാണുമ്പോൾ ആഹാ എങ്ങനെയുണ്ട് വിഷ്ണുവേട്ടൻ വന്നോ, എങ്ങിൻ്റെ വേഷമൊക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ നല്ല സുന്ദരി തന്നെ. അപ്പോൾ വിഷ്ണുവേട്ടന് ഇതൊക്കെ പറയാൻ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയണെടി, ഈ മരിക്കാൻ കിടക്കുന്നവളോട് ഞാൻ പറയാതിരുന്ന അത് മോശമല്ലേ, കുറച്ച് കഴിയുമ്പോഴേക്കും ജഡമായി ഇവിടെ വെള്ളപ്പുതപ്പും പൊതച്ചിട്ട് ഇവിടെ കിടക്കുന്നത് കാണാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കാർത്തിക ഒന്ന് പേടിച്ചു കേട്ടോ. ഇതേ സമയം ഈശ്വരൻ എന്താ ഇയാൾ പറയുന്നത് എന്ന ഭാവത്തിൽ കാർത്തിക നിൽക്കുമ്പോൾ വിഷ്ണു പറയണേ, നീ എന്താടി എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുന്നത്, നീ വിചാരിച്ചോ അഗ്നി സാക്ഷിയായി നിൻ്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്നു, ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരെ ജീവിക്കുമെന്നോ, എന്നാൽ അതൊന്നും നടക്കില്ലടി. ഈ വിഷ്ണുവിന് വേറൊരു കാലം ഉണ്ടായിരുന്ന വിഷ്ണുവിൻ്റെ ഭൂതകാലം, അതൊന്ന് അന്വേഷിച്ചാൽ നന്ന് വെട്ടാനും കുത്താനും വെട്ടിയിടാനും യാതൊരു മടിയില്ലാത്ത ആ ഭൂതകാലം, ആ ഭൂതകാലത്തിലോട്ട് നീ ആയിട്ട് എന്നെ വലിച്ചഴിച്ചു, ഇനി ഞാൻ നിന്നെ വെറുതെ വിടില്ലടി എന്നുള്ള ആ വാക്കുകൾ പറയുമ്പോൾ കാർത്തിക വല്ലാതെ പേടിക്കുന്നു കേട്ടോ. ഈശ്വര ഇനി എന്താവുമോ എന്ന ആ പേടിയിൽ കാർത്തിക എന്നെ നിൽക്കണം കേട്ടോ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന പേടിയിൽ നിൽക്കുമ്പോൾ വിഷ്ണു പറയണേ, എടി നിന്നെ ഞാൻ മരണത്തിലോട്ട് പോയാൽ നിന്നെ ഞാനൊന്ന് കൈപ്പിടിച്ച് കയറ്റിയത് നീ എനിക്ക് തന്ന ശിക്ഷയാണല്ലേ, എവിടെയടി നിൻ്റെ ഹർഷൻ എന്ന് ചോദിക്കാൻ കേട്ടോ. ഇത് കേട്ട ഉടനെ തന്നെ കാർത്തിക കരഞ്ഞും കൊണ്ട് പറയണേ, വിഷ്ണു ഞാൻ എൻ്റെ ഹർഷനെ കാത്തിരുന്നു, പക്ഷെ അവൻ എന്നെ തേച്ചിട്ട് പോയി, അവൻ വേറൊരു വിവാഹം കഴിച്ചതുകൊണ്ട് തന്നെ എനിക്കൊരു ജീവിതം വേണ്ടേ, ഞാനൊരു പെണ്ണല്ലേ, എത്ര വെച്ചിട്ട് ആ ഒരു അന്യ വീട്ടിൽ ഞാൻ നിങ്ങളുടെ ഭാര്യയാണെന്ന് കഴിയുന്നത്, അതിന് നല്ലത് സത്യാമ്മ പറഞ്ഞ പോലെ ഈ ഒരു വിവാഹമല്ലേ എന്ന് പറയുമ്പോൾ എന്തടി നീ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, എന്നെ നീ പൊട്ടനാക്കാമെന്ന് കരുതിയോ, എന്നാൽ ഞാൻ ഒരു കാര്യം നിന്നോട് പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് തൻ്റെ അരക്കെട്ടിലുള്ള ആ കത്തി എടുക്കാൻ കേട്ടോ. കത്തി കാണുന്ന കാർത്തിക ആകെ പേടിച്ച് പോവാണ് കേട്ടോ. നീ എന്താ എന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത്, ഞാൻ എല്ലാം സഹിച്ച് മുന്നോട്ട് പോകുന്ന നീ എൻ്റെ അമ്മയെ എൻ്റെ വീട്ടിൽ എന്നേക്കാൾ മുന്നേ മനസ്സും എൻ്റെ അമ്മയുടെ മനസ്സും ഈ പറയുന്ന എൻ്റെ വീട്ടിലൊരു ഇടവും പിടിച്ചിട്ട് നീ എനിക്കെതിരെ കളിക്കുന്നു, എന്നാൽ ഞാനൊന്നും നോക്കില്ലടി, ഞാൻ ഈ വേഷമൊക്കെ മാറി വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയോ, ഒന്നെങ്കിൽ നിനക്ക് ജീവിക്കാം അല്ലെങ്കിൽ നിനക്ക് മരിക്കാം, രണ്ടാലൊന്നും എന്തായാലും ഉണ്ടാവും, അഗ്നിസാക്ഷിയായി നീ താലി കെട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കണ്ട, നീ ആ കതിർമണ്ഡപത്തിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ വെച്ച് ഞാൻ കൊല്ലും, ഒന്നുണ്ട് അവിടെ വെച്ച് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഞാൻ കൊന്നു കഴിഞ്ഞാൽ ഭാര്യയെ കൊന്നു എന്നുള്ള പേര് വരും, പക്ഷെ വിവാഹത്തിന് മുന്നേ ആണെങ്കിൽ എന്നെ തേച്ചിട്ടവളെ കൊന്നു എന്നുള്ള പേരേ വരുള്ളൂ, രണ്ടും ഒന്ന് തന്നെയാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല എനിക്ക്, ഞാൻ നിന്നെ കൊല്ലും എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന കാർത്തിക ആകെ പേടിച്ച് വരച്ചിട്ടോ. എന്നിട്ട് പറയണേ, ഞാൻ നിനക്കൊരു വാണിംഗ് തരാം, അത്രേ എനിക്ക് ചെയ്യാൻ കഴിയുള്ളൂ, നീ കതിർമണ്ഡപത്തിലേക്ക് വരാതിരുന്നാൽ നിനക്ക് ജീവിക്കാതല്ല, നീ കതിർമണ്ഡപത്തിലോട്ട് എത്തിയിട്ടുണ്ടെങ്കിൽ നിൻ്റെ ശവമായിരിക്കും ഇവിടെ കിടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു ആ കത്തി എറിഞ്ഞിട്ടിട്ട് അങ്ങ് പോവാണ് കേട്ടോ. ഇതേ സമയം കാർത്തിക ആകെ പേടിച്ച് വിറച്ച് നിൽക്കാനാവാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഇതേ സമയമാണെങ്കിലോ കാർത്തിക ആ കത്തിങ്ങനെ പുറത്തിങ്ങനെ കിടക്കുന്നുണ്ടാവും കേട്ടോ. ആ കത്തിയിലോട്ട് ഇങ്ങനെ നോക്കുമ്പോഴാണ് മധുഷി ഒന്നും അറിയാത്തവളെ പോലെ മധുഷി കയറി വരുന്നത് കേട്ടോ. അപ്പോഴേക്കും കാർത്തിക മധുഷിയെ കാണുമ്പോൾ പൊട്ടി കരയാണ്. അപ്പോൾ ഉടൻ തന്നെ എന്താ നിനക്ക് പറ്റിയതെന്ന് മധുഷി ചോദിക്കുകയാണ്. ഉടൻ തന്നെ മധുഷി വിഷ്ണുവേട്ടൻ പറഞ്ഞത് കേട്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്ന് ഒന്നും അറിയാത്തവളെ പോലെയൊക്കെ കാർത്തികയോട് മധുഷി ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പറയാം, അതെ എന്നെ കൊല്ലു എന്നാ പറഞ്ഞിരിക്കുന്നത്, എന്നെ കൊല്ലു,
അയാൾക്കൊരു ഭൂതകാലമുണ്ട് ഇത്ര വെട്ടും കൊലയും മാത്രം നടന്നിരുന്ന അയാളിലോട്ട് എന്നെ വലിക്കരുത് എന്നൊക്കെയാണ് അയാൾ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ എടി ഈ കൊച്ചു കുട്ടിയാകുമ്പോൾ പല പ്രവൃത്തികളും ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ ഇപ്പോൾ ഇങ്ങനെ കൊടിയും പൊക്കി പിടിച്ച് നടക്കാതൊക്കെ നീ നിൻ്റെ പണി നോക്കിക്കേ, നീ ഒരു കുഴപ്പമില്ലാതെ നീ കതിർ മണ്ഡപത്തിലോട്ട് പോകാൻ നോക്ക്, ഒരു പ്രശ്നവും അവിടെ വരില്ല എന്ന് പറയണ്ട. അതേസമയം കാർത്തികയോട് അതൊക്കെ പറഞ്ഞ് മധുഷി പുറത്ത് പോകുന്നുണ്ട്. അങ്ങനെ മധുഷി കുറേ ഗുണ്ടകളെ അമ്പലത്തിന് ചുറ്റുമാക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് താൻ നിയമിച്ച ആ ഗുണ്ടയോട് ചോദിക്കണം, നീ അല്ലടാ പറഞ്ഞ് ഇവിടെ 10-15 ആളുകൾ ഇവിടെ ഗുണ്ട തലവന്മാരായി നിൽക്കുന്നുണ്ടെന്ന്. എന്നിട്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ അതാ ആ നിൽക്കുന്നവൻ അവന് സെക്യൂരിറ്റിയായി നിൽക്കുന്നുണ്ടെന്നുള്ളൂ. അവൻ്റെ കയ്യിൽ ബോംബാണ്, മറ്റൊരുത്തൻ്റെ കയ്യിൽ വെട്ടുകത്തിയാണ്, മറ്റൊരുത്തൻ്റെ കയ്യിൽ പിച്ചാത്തിയാണ്, മറ്റൊരുത്തൻ്റെ കയ്യിൽ ഓരോ സാധനങ്ങളാണ് എന്നിങ്ങനെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ കയ്യിൽ ഓരോന്നുണ്ടെന്ന് പറയട്ടെ. അപ്പോൾ മധുഷിക്ക് ഒരു ആത്മധൈര്യമൊക്കെ കിട്ടുകയാണ്. എന്നിട്ട് പറയണം അവൻ്റെ കയ്യിൽ ബോംബാണ്, ഇവിടെ വല്ല പ്രശ്നങ്ങളും വരുമെന്ന് തോന്നിയാൽ ഈ ബോംബിട്ട് ഇവിടെ ആളുകളെ അങ്ങ് മൊത്തത്തിൽ ഇളക്കി മറിക്കി ഞങ്ങളങ്ങ് പോകുമെന്ന് പറയട്ടോ. ഇതേസമയം ശാലിനിയുടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. ഇവളൊരു കലക്ടറാണ്, ഇവള് ചില്ലരക്കാരിയല്ല, ഇവളെ വെറുതെ വിടരുത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അതിന് ഞങ്ങളെ കൊണ്ട് കഴിയും മാഡം ഒരു പേടിയും പേടിക്കണം മാഡം, ധൈര്യത്തോട് കൂടി പോയിക്കോളൂ എന്ന് പറഞ്ഞ് മധുശ്രീക്ക് ആത്മധൈര്യം കൊടുത്തു പോവാണ് കേട്ടോ. ഇതേസമയം സത്യയും പപ്പിയാണ് കാണിക്കുന്നത്. സത്യ പറയാണ് നീ നിൻ്റെ അമ്മക്ക് വിളിച്ചു നോക്ക്, ഇതിപ്പോൾ എവിടെ എത്തിയെന്ന് അറിയില്ലല്ലോ എന്ന് സത്യ പറയുമ്പോൾ പപ്പി ശാലിനിക്ക് വിളിക്കാൻ ഒരുങ്ങാണ് കേട്ടോ. ശാലിനി ആണെങ്കിൽ യാത്രയിലാണ്. അപ്പോൾ ശാലിനി തിരിച്ചും ഇങ്ങോട്ടേക്ക് വിളിക്കാൻ ഒരുങ്ങുന്നത് കൊണ്ട് തന്നെ 2 പേർക്കും ഫോൺ കിട്ടുന്നില്ല കേട്ടോ. അപ്പോൾ 2 പേരും പറയാൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഇതേസമയം രാമേട്ട എനിക്ക് പെട്ടെന്ന് പിടിക്കണം, ആ വണ്ടി പിടിക്കണം എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും മോളെ ഞാനത് നിനക്ക് മുന്നിൽ ഇട്ട് തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീടാണെങ്കിൽ കതിർ മണ്ഡപമാണ് കാണിക്കുന്നത്. കതിർ മണ്ഡപത്തെ സത്യഭാമയുടെ കൂട്ടുകാരി രജനി പറയാണ്, ഈ സത്യഭാമയ്ക്ക് യോജിച്ച ഒരു മരുമകളൊന്നല്ല വരാൻ പോകുന്നത്, ആ നിൽക്കുന്ന അവരാണ് ആ പെണ്ണിൻ്റെ അച്ഛനും അമ്മയും, യാതൊരു കൂട്ടങ്ങളും ഇല്ല. ചെക്കൻ പിന്നെ എന്തൊക്കെ പക്ഷി കാണിച്ച് ചെക്കൻ ഒരു പെണ്ണിനെ കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ സത്യഭാമ അതങ്ങ് അംഗീകരിച്ചു. ആ ശാലിനിയോടുള്ള ദേഷ്യം കൊണ്ട് സത്യഭാമ അത് അംഗീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയണ്ട. അപ്പോൾ അവർ തമ്മിലുള്ള ആ ഒരു സംസാരം ഇങ്ങനെ നടത്തണം. ഇതൊക്കെ പൊന്നി കേൾക്കുന്നുണ്ട്. പൊന്നിയാണെങ്കിൽ പൂജാരിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് സത്യഭാമയുടെ ആ വരവ് കേട്ടോ. സത്യഭാമയുടെ വരവ് കണ്ട ഉടനെ പറയാം ആ വരുന്നവർ എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ സത്യഭാമ അങ്ങോട്ടേക്ക് കടന്നു വരണം. ആ രജനി എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ആ സത്യമ്മ എന്നാലും എൻ്റെ സത്യമ്മ നിങ്ങളെ കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ ഒരു കല്യാണം നടത്താൻ പറ്റുള്ളൂ. രാഘവേട്ടൻ വീണല്ലോ, അവർ ചീച്ചേറിലായിട്ടും ഒരു പെണ്ണെത്തി മാത്രമേ ഇങ്ങനെയൊക്കെ നടത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് സത്യഭാമയെ പുകഴ്ത്തുമ്പോൾ രാഘവൻ കയറി വരുന്നു കേട്ടോ. രാഘവനും രോഹിത്തും കൂടി കയറി വരുന്ന ഒരു 1.5 ലുക്കിൽ തന്നെയാണ്. കാരണം അവരുടെ മുഖം വല്ലാതെ മിങ്ങിക്കെട്ടിയിട്ടുണ്ട്. വളരെ ദേഷ്യവും രാഘവൻ്റെ മുഖത്തുണ്ട്. അത് കാണുന്ന സത്യഭാമക്ക് അത് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ രാഘവൻ അവിടെ വന്നിരുന്ന് സത്യഭാമയെ അങ്ങനെ ദേഷ്യത്തോടു കൂടി നോക്കുമ്പോൾ സത്യഭാമയാണെങ്കിലോ നിങ്ങളെന്തിനാ ഇങ്ങനെ ഇന്നെ നോക്കുന്നതെന്ന ഭാവത്തിൽ സത്യഭാമ തിരിച്ചു നോക്കണം കേട്ടോ. അപ്പോഴാണ് അവിടെ പൂജാരി പറയുന്നത്, സത്യമേ അതെ താലിയൊക്കെ എടുത്തു വെച്ചിട്ടില്ലേ എന്ന് ചോദിക്കാറ്. അത് കേൾക്കുന്ന രാഘവനെ അത്ര അങ്ങ് ഇഷ്ടപ്പെടില്ല. രാഘവൻ്റെ മുഖമൊക്കെ അങ്ങ് മാറി മറിയുന്നുണ്ട്. അപ്പോൾ തന്നെ സത്യമ്മ പറയണം ആ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറയണേ. എന്നിട്ട് പറയണേ ഇതാ ഈ താലി നിങ്ങളുടെ കയ്യിൽ തന്നെ ഇപ്പം തന്നെ വെച്ചേക്ക്, ഇപ്പം തന്നെ പൂജിച്ചേക്ക് എന്ന് പറഞ്ഞു കൊടുക്കാനായിട്ട്. അങ്ങനെ താലി പൂജിക്കുന്ന ആ ചടങ്ങിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും നല്ല കിടുക്കൻ സീനാണ്. ഇനി കാർത്തികയുടെ മരണത്തിലോട്ടാണ് കഥ പോകുന്നത്. അപ്പോൾ ഇതുപോലെ അപ്കമിങ് റിവ്യൂസ് കേൾക്കാൻ താല്പര്യമുള്ളവർ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.